തിരൂരിൽ IHT തന്നെ ഹിറ്റ്. നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ IHT 25ാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു. ഗവൺമെന്റ് PSC അംഗീകരിച്ച വിവിധ കോഴ്സുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ, നോർക്ക അറ്റസ്റ്റേഷൻ, AI ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം. IHT കോളേജ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ. ഫോൺ 9847 300 120. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. വീട്ടമ്മയെ ആക്രമിച്ച് സ്വർണമാല കവർന്ന യുവതി അറസ്റ്റിൽ. വീട്ടിൽ അതിക്രമിച്ചു കയറി വീട്ടമ്മയുടെ മുഖത്ത് മുളകുപൊടി കലക്കിയ വെള്ളമൊഴിച്ച് 2 പവന്റെ സ്വർണമാല കവർന്ന കേസിൽ യുവതിയെ പോലീസ് പിടികൂടി. ഏഴംകുളം തെപ്പുപാറ ജീവമാത കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ കഴിഞ്ഞിരുന്ന ഷമീറിന്റെ ഭാര്യ 36-കാരിയായ റസീനയാണ് കൊട്ടാരക്കര പോലീസിന്റെ പിടിയിലായത്. ഇവരെ മേലിലാൽ ജംഗ്ഷന് സമീപമുള്ള സിന്ധു ഭവനിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. തൊട്ടടുത്ത് താമസിക്കുന്ന തങ്കമ്മ എന്ന വയോധികയുടെ മാലയാണ് ഇവർ അപഹരിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ കിടപ്പുമുറിയിൽ വിശ്രമിക്കുകയായിരുന്ന തങ്കമ്മയുടെ മുഖത്തേക്ക് പ്രതി പ്ലാസ്റ്റിക് മഗ്ഗിൽ സൂക്ഷിച്ചിരുന്ന മുളകുപൊടി വെള്ളം ഒഴിക്കുകയായിരുന്നു. തുടർന്ന് ഭയന്നോടിയ തങ്കമ്മയുടെ കഴുത്തിലുണ്ടായിരുന്ന 2 പവന്റെ മാലയും പൊട്ടിച്ച് പ്രതി കടന്നുകളഞ്ഞു. പിടിയിലായ റസീന മുൻപും സമാനമായ നിരവധി കവർച്ചാ കേസുകളിൽ പ്രതിയായിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. വീട്ടമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉടനടി അന്വേഷണം ആരംഭിച്ച കൊട്ടാരക്കര പോലീസ് പ്രതിയെ കണ്ടെത്തുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊട്ടാരക്കര സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഇൻസ്പെക്ടർ ജിജു കുമാർ PD, സബ് ഇൻസ്പെക്ടർമാരായ ലയ, ഹേമന്ത്, സജീവ്, ആതിര, ഗോപിക എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ വലയിലാക്കിയത്. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. ഞാൻ ഗ്ലോബൽ അക്കാദമിയിലാണ് പഠിച്ചിരുന്നത്. അവിടെ ഞാൻ ഡിപ്ലോമ ഇൻ എയർപോർട്ട് അഡ്മിനിസ്ട്രേഷനാണ് പഠിച്ചത്. എക്സാം കഴിയണ മുന്നേ തന്നെ ഞാനവിടെ പ്ലേസ്മെന്റ് അയക്കണേ. ഞാൻ ഇപ്പോൾ ട്രാവൽസിൽ ടിക്കറ്റിംഗ് സ്റ്റാഫാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. കോളേജ് ലൈഫ് അടിച്ച് പൊളിക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ പോരും. ഞാൻ ഗ്ലോബൽ അക്കാദമിയിലായിരുന്നു പഠിച്ചിരുന്നത്. കോഴ്സ് കംപ്ലീറ്റ് ആയ പാടന്നെ എനിക്ക് ജോബിന് കയറാൻ സാധിച്ചു. അതിന് എന്നെ സഹായിച്ചത് ഗ്ലോബൽ അക്കാദമിയുടെ MD ആയ ഷെഫീഖ് സാർ ആയിരുന്നു. വളരെ ഫ്രണ്ട്ലി ആയ ഒരു ക്യാമ്പസ് ആയിരുന്നു.